രാത്രിയിൽ അങ്ങ് വരുവാ. അങ്ങ് എന്തുവാ ഞങ്ങൾ വരണമെങ്കിൽ എങ്ങനെ 2-3 മണിയാകും. കാരണം ഞങ്ങൾ ഇല്ലില്ല ഞങ്ങൾ രാത്രി എങ്ങനെ 2-3 മണിയാകും വരണമെങ്കിൽ. കാരണം പിള്ളേരുള്ളത് കൊണ്ട് എല്ലാവരും വഴിയിൽ ഇറങ്ങി നിന്ന് പതുക്കെയാണ് വരുന്നത്. അതുകൊണ്ടാണ് ഞങ്ങൾ ഇവിടെ നോക്കുമ്പോൾ എങ്ങനെ ഇനി ഒരു 7 മണിക്കൂറുണ്ട്. ശരി വെച്ചാൽ ഇല്ല വേറെ കുഴപ്പമൊന്നുമില്ല. ശരി എന്നാ വെച്ചാൽ ഓക്കെ. ഇല്ല അപ്പം ദിണ്ടുക്കലായി അല്ലേ? ചെന്നൈ 425 ലെഫ്റ്റ് പോകണം അല്ലേ? എന്തുവാ മോനെ? അത് ഇവിടുന്ന് മധുര റൂട്ട്, മറ്റേ രാജവാളയം വഴി ഇവിടെ വന്ന് ചാടും ആ റൂട്ടും. എടി വീഡിയോ എടുക്കടി മിക്കി. ഇവിടുന്നല്ലേ റെഡില്ലയോ? ഇവിടുന്നില്ലയോ? അതെ കയറണോ അല്ലയോ? ഇവിടെങ്ങാണ്ട ഒരു ബോർഡ് ശബരിമലയിൽ എഴുതി വെച്ചേക്കുന്നു. ഇതെന്ത് എല്ലാം ഫ്രൂട്ട്സ് ഇരിക്കുന്നത്. റംബൂട്ടായിരിക്കുന്ന പഴുത്ത സാധനം. ഇവിടൊക്കെ ഇതിന് വില കൂടുതലാണ്, അവിടെ വില കുറവായിരിക്കും. നമ്മുടെ നാട്ടിൽ 100 രൂപ ഉള്ളത് ഇവിടെ ഇപ്പോൾ 250 രൂപയായിരിക്കും കിലോ. ഇവിടെ ഇല്ലേ സാധനം? നാട്ടിൽ നിന്ന് വരുന്നില്ലേ ഇവിടെ? നമ്മളിവിടെ നിന്ന് അമ്മയ്ക്ക് പണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ. അതിൽ കയറണം. ഇപ്പൊ നമുക്ക് ഇനിയും നമ്മളത് 4 ലൈനാ. ചെന്നൈ വരെ 2 ലൈൻ കഴിഞ്ഞു. ചെന്നൈ എങ്ങോട്ടാണ്? പളനി, ഇങ്ങോട്ട് കരൂരല്ലേ നമ്മൾ പോകേണ്ടതാണ്. ഈ ഹൈവേ കയറണം. റൂംസ് ഉണ്ട് കേട്ടോളിയാ. കേട്ടിട്ടെ അത് ആ പുള്ളിയുടെ മോനാ, ഇവിടുത്തെ CM-ന്റെ സ്റ്റാൻലിന്റെ മോനാ. അത് ഉദയനിധി. അവന് മിനിസ്റ്റർ ആണല്ലോ, സ്പോർട്സ് മിനിസ്റ്റർ. നമ്മള് നേരെയാണല്ലോ. നമ്മളിതുവഴി വേർപെട്ട് നമ്മള് നേരെ അല്ലേ? വേറെ വഴിയുണ്ടോ? ഇത് ദിണ്ടികൾ. പിന്നെ നേരെ ഉണ്ട്. നേരെയുണ്ട്. അവന്റെ പുറകിൽ
പോട്ടെ 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 പോട്ടെ. പോലീസുകാരൻ വായം പൊളിച്ച് അവിടെ നിൽക്കുക. ക്ലൈമറ്റ് മാറി, ഒറ്റ മാറ്റം മാറിയത്. രാവിലെ ആയിരുന്നു ആളിയെ സ്കൂട്ടർ കൊണ്ട് വെച്ചണക്കിയ. അതല്ല, പുതുമല ഇറങ്ങി കഴിഞ്ഞാ In 600 meters, use the right lane to take the ramp to National Highway 44, National Highway 83. രാജപമ്പാല വന്നോ? എല്ലാവരും പോയി കാണാം. ഇതിപ്പോഴത്തെ ലേറ്റസ്റ്റ് ഇല്ലേ? ഫോർച്യൂണർ. Use the right lane to take the ramp to National Highway 44. റേച്ചൻ എന്താ ചോദിച്ചേ? നിങ്ങൾ എവിടെ എന്ന് എപ്പോ വരുമെന്ന് ആർക്കല്ല ഈ രാത്രിയിൽ ആ സമയത്തുള്ള ചിലത് ഈ ചാപ്പാട് റെഡിയാക്കാനാ വിളിച്ചേ. ഇങ്ങനൊക്കെയാ നമ്മൾ ഉദ്ദേശിച്ചത്. എല്ലാ ഡോറും ഒക്കെ തുറന്നു വിട്ട് ഹലോ അതിന്റെ മേളിൽ ക്യാരറ്റ് വെച്ച് പോകുന്ന ടയറും വെച്ച് വെക്കാൻ പറ്റും. നമ്മുടെ പ്ലാൻ എല്ലാം തെറ്റിപ്പോയിട്ടാ. ഇപ്പൊ നമ്മൾ ഇങ്ങനെ ഒരിക്കലും പ്രതീക്ഷിച്ചില്ലല്ലോ. വരുമായിരുന്നെങ്കിലേ കുറേലത്തെ സീറ്റ് കാലിയായിരുന്നോ? ഞങ്ങൾ അങ്ങോട്ട് വരുമ്പോ ഇങ്ങോട്ട് പിന്നെ അധികം സാധനമൊന്നുമില്ലല്ലോ. പക്ഷേ ഇപ്പൊ അങ്ങോട്ട് നമ്മള് തിണ്ടുകൾ നേരെ. In 600 meters at the roundabout, take the second exit onto National Highway 83. റൗണ്ട് അബൌട്ട് ചെയ്യുന്ന ഇവിടുന്ന് മിക്ക നമ്മൾ പണ്ട് ബ്രേക്ക്ഫാസ്റ്റ് കഴിച്ചേ. ഞാൻ ഇപ്പൊ ഇട്ട വീടൊക്കെ 688 ആയി. മറ്റേ കഴിഞ്ഞ വീടൊക്കെ കൂടുതലായി. കഴിഞ്ഞ വീടൊക്കെ കൂടുതലായ Exit the roundabout onto നമ്മൾ National അവിടുന്ന് Highway. മിക്കി നമ്മളെല്ലാം ഹോട്ടലിൽ നിന്നാണ് കഴിച്ചേ ബ്രേക്ക്ഫാസ്റ്റ്. മിക്കി അതുകൊണ്ടില്ല ഹോട്ടലിൽ ഇല്ല, അവിടുന്ന് ഇവിടെ മാത്രം ശബരിമല ബോർഡുള്ളൂ. അതുകൊണ്ട് ഈ ഹോട്ടലിൽ നിന്ന് ഗൗരി കൃഷ്ണ. Continue on National Highway 83 for 86 kilometers. എന്തോ തിരക്കായിരുന്നു. പക്ഷെ അന്ന് പോലും മഴയായിരുന്നു. അന്ന് ഫുള്ള് ചള്ള അതൊക്കെയാണ്. മറ്റേ കഴിഞ്ഞ വീഡിയോക്കെട്ടി കൂടുതൽ വ്യൂസ് ആയി. 608 കഴിഞ്ഞ വീഡിയോ 3. ഇപ്പഴാണ് നമ്മൾ ഡബിൾ ലൈനിൽ കയറിയത്. ഇതാണ് നമ്മൾ സിമ്പിൾ ലൈനാ കയറിയത്. ഇതിലുണ്ടോ ഈ സാമാനം? ഇതെന്തിനാ ഇങ്ങനെ വെച്ചിരിക്കുന്നത്? സ്പീഡ് റെഡ്യൂസ് ചെയ്യാൻ വേണ്ടി. ഇവിടെ ഇപ്പൊ ആൾക്കാർ സ്പീഡിലാണ് വെക്കുന്നത്. ഏതോ എന്റെ അമ്മയുടെ എന്റെ അമ്മടുത്ത് പറ. അല്ല അപ്പൊ റേച്ചാ ലൈറ്റ് നമ്മളിപ്പോ അവരൊക്കെ ഭയങ്കര ഉറക്കമായിരിക്കും. റേച്ചാനെ നമ്മൾ
എടി അവന്റെ എക്സാം എന്ന് കഴിയും നാളെ 2 ദിവസമോ. ഇപ്പൊ നമ്മള് ചെന്നൈ ചെല്ലുമ്പോ മഴയായിരിക്കും, നമ്മളെ വെളിക്കോട്ട് വിടത്തില്ല. അപ്പൊ സംഭവിക്കാൻ പോതാ. പിന്നെയും കൂടെ വ്യൂസ് കൂടട്ടാ 655 ആയി. ആ പെണ്ണുമ്പുള്ള ചീത്തവിളി ഞാനാ കേട്ടത്. ഒന്നെടുത്ത് പുറത്തോട്ട് ഇട്ടപ്പോഴത്തെ മുള്ളിക്കാരോട് പണ്ടില്ല ഷമേൽച്ചാൻ ചെയ്ത് അണ്ടി പുറകെ ഇറങ്ങേണ്ട അവസ്ഥയായി പോയി. അപ്പൊ ഷീപ്പ് ആ ഷീപ്പ്. ബ്ലാക്ക് എടി കുഞ്ഞാറ്റി ഉറങ്ങിയാ? എടി ആ നട്സ് എടുത്ത് ആർക്കെങ്കിലും കുറേ. എടി അത് നിന്നൊക്കെ പിന്നെ അതിന്റെ ആ ഒരു എന്താ പറയാ ആ ഒരു സീക്രട്ട് അങ്ങ് പോവല്ലോ. അല്ല വേറെ ആളെ കണ്ടു കഴിയുമ്പോഴേ നീ ഒരു വീഡിയോ എടുക്കാൻ എന്താ റെഡി? 416 തിരിച്ചിക്ക് 93. നീ അടുത്ത തിരിച്ചല്ലയോ? അടുത്ത തിരിച്ചാവും പകുതിയാവും. പിന്നെ ഒരു കാര്യം ഉണ്ടല്ലോ, ഇത് സമയം പോകുന്ന മൊത്തം കുമിളി വരെയാ. അതൊരു 4-4.5 മണിക്കൂർ എടുക്കും. നമ്മളിപ്പോ അവിടുന്ന് എത്ര ഓടി ഇവിടെ വന്നാലും കുമിളി ടൈം പോകും. ആ പെട്രോൾ അടിക്കണ്ടായോ? ആ അടിക്കണം, പമ്പൊന്നും. അപ്പത്തേക്കും പോലീസ് ആൾക്കാർ വന്നേ. അപ്പൊ പോയി താഴെ പോയിട്ട് ഇങ്ങനെ ആരും കാണാൻ വിളിച്ച. അതിന് കുറച്ച് നേരം വന്നിട്ട് ഇച്ചിരി വിളിച്ചോളൂ പേടിച്ചിട്ട് അടുത്ത ബസ് ഞാനത് എന്താ ഏതോ ഒരു സിറ്റി, എറണാകുളം സിറ്റിക്കകത്ത് ഇറങ്ങി ഓടിപ്പോയി ഒരു ട്രാഫിക്കിന്. അവര് തേങ്ങ എടുക്കാൻ ചെല്ലുന്നു അവര് പറഞ്ഞേ. ഡിണ്ടിഗൽ ടൗൺ ഇങ്ങോട്ടോ തൃശ്ശി നേരെ ചെന്നൈ 417. മോനെ മക്കളെ ആ അപ്പഴേ പൊന്നെ സ്കൂളിൽ പോകുന്നതിന്റെ ഇതെടുത്തായിരുന്നോ? ശരി. മോനെ അപ്പൊ വണ്ടി ഓടിക്കണ്ടാ മോനെ ആര് ഡിലീറ്റ് ചെയ്തു? ഞാൻ ഡിലീറ്റ് ചെയ്തില്ല. ഓ കാണൊരു പമ്പം. വേറെ ഇരുട്ടിയല്ലേ? ലൈറ്റ് ഇട്. ഞാൻ എത്ര ദിവസം വാട്സപ്പ് ഒക്കെ ഒന്ന് നോക്കി. നാട്ടിൽ വന്നു കഴിഞ്ഞാൽ ഇതൊന്നും ശ്രദ്ധിക്കാൻ സമയമല്ല. എടി എവിടെയെങ്കിലും ഒരു ഇത് ബോർഡ് കാണുവാണെങ്കിൽ നിർത്തി ഒരു ഫോട്ടോ എടുക്കണം. ചെന്നൈ ബോർഡ്. Bluetooth mode. 783
ഈ വണ്ടികളൊക്കെ വളരെ കുറവാണല്ലോ അളിയെ. എവിടെ? പാണ്ടിലാറിയൊക്കെ എനിക്കത് നൈറ്റ് ആയിരിക്കും. ആ ലാറികളൊക്കെ കുറവാണ്. വളരെ കുറവാണ്. പിന്നെ ചേച്ചാ അവര് വന്നില്ല, ഞാൻ അച്ഛനെ കൊണ്ട് ഇതാക്കും. മറ്റേ പ്രതീക്ഷിച്ചിട്ട് തന്നെ എങ്ങോട്ട് പോവാ? നമ്മൾ ആന്ധ്രയിൽ പോവാ. ആന്ധ്ര പക്ഷെ ബാത്റൂമിൽ കൈ പിടിച്ചേ ആരെങ്കിലും കൈ പിടിക്കണം. ഭയങ്കര അയ്യോ അതിനകത്ത് കേറാൻ എവിടെ അടി നീ അങ്ങേ സൈഡിലേക്ക് പോയി എടി അവിടെ കാർ കിടക്കുന്നതന്നെ അവിടെ അവിടെ വീട് എനിക്കൊന്ന് പോണോ അല്ല മണി കൊടുക്കണം. എടി ജെയിനി ആ പുറകിലത്തെ സീറ്റിലോട്ട് അങ്ങ് ഇരുത്തോ. എന്നെയോ ഏറ്റവും ബാക്കിയുള്ള സൈഡിലോട്ട്. ഞാൻ ഇരിക്കുന്നില്ല നീ ശബ്ദിക്കണമെന്ന് പെട്ടെന്ന് കാണുന്നു. അല്ല. ഞാൻ ഇവിടെ വന്നിരിക്കുക. ശൂശു സൂപ്പർ റോഡാ. ഇവിടെ ഇപ്പോൾ ടോൾ വരും. വരുവോ? ഒന്നുമില്ല, എന്താ കുറേ ടോളുണ്ട്. അതിനാ? ഇവിടെ ഞാൻ കാർ ഓടിച്ചത്. ഏ? ദേവനാഥ് കയറി. ഇത് നമ്മൾ നാട്ടിൽ നിന്ന് വഴിയായി. റെഡ് ഹില്ലോ. ഞാൻ ഇതുവരെ റോഡ് കണ്ടിട്ടാ വന്നത്. ഞാൻ പറഞ്ഞു നാട്ടിലെ റോഡാണല്ലേ എടി ഇത് മെട്രോപോളിറ്റൻ സിറ്റി ആടി വണ്ണേ. മറ്റേത് അർബൻ നാട്ടിലെ. നമ്മുടെ അവിടൊക്കെ ഉള്ള ഈ ബുദ്ധിമുട്ട് നമ്മുടെ ഈ നമ്മൾ താമസിക്കുന്നത് ഇത് മെട്രോപോളിറ്റൻ സിറ്റി അല്ലേ? ഇത് വെച്ച് ഇത് ലോക നിലവാരമുള്ള സ്ഥലമാണ്. വൈകിട്ട് വേളച്ചേരി അതിലെ സൈഡ് ഒന്ന് പോയിട്ടാ നീ എല്ലായിടം കൊണ്ടാന്ന് പറയും. ഇപ്പൊ കൊച്ചിനെ നോക്കാൻ ആളുണ്ട്. നാളെ ഇങ്ങോട്ട് വരും. 4 മണിക്കൂർ മതി. മമ്മി അവിടെ വൈകിട്ടൊന്ന് വന്നു. ആ അപ്പൊ പിന്നെ പറയുന്നത് മമ്മി കയറി നീ ബസ് കയറി വേളാച്ചേരി വാ, ഞാൻ അവിടെ നിൽക്കാന്ന് പറയും. ബസ്സൊക്കെ കയറിയ ഫ്രീ ആണല്ലോ. ഞാൻ കഴിഞ്ഞ ആഴ്ച പറഞ്ഞു. നിങ്ങൾക്കൊക്കെയോ? പെണ്ണുങ്ങൾക്കൊക്കെ ഫ്രീ. എന്തോ അതിലെ ബസ് പോകണം. പിങ്ക് കളർ ബസ്. അതിലേ ഉള്ളോ? അത് മാത്രമേ ഉള്ളൂ. ബാക്കി മറ്റേന്ന് പൈസ കൊടുക്കണം. ഷെറിനും എന്തോ സാമുകൊണ്ട് ഒരേ ഡ്രസ്സ് കൊണ്ട് വന്ന് അവളോട് ചോദിക്കാൻ പറ്റില്ല. ആ കൊച്ചു തെളിയും കേട്ടോ. ഷെറിനോ പിന്നെ? എന്ത് വളർന്നു. അവൾ ഒരു ഞായറാഴ്ച പള്ളിയിൽ പോയില്ല, തന്നെത്താൻ ചേർന്നു. ഇന്നല്ല ചെറുപ്പം മുതൽ ആ തള്ളക്കൊക്കെ എന്തോ വചനം. നമ്മൾ ഓർത്തഡോക്സുകാരെ കുറ്റം പറഞ്ഞ് അവരോടൊക്കെ ചോദിച്ചു നോക്കി. ഞാൻ പറയുന്നില്ലല്ലോ. ഇന്ന് അച്ഛൻ ചോദിച്ചില്ല അവിടെ സുറിയാനിയിലെ സാത്താന്റെ പേരുണ്ടോന്ന്. എനിക്കറിയായിരുന്നു. അതൊക്കെ ആ ബെഹ്റം പള്ളിയിൽ പോയി കിട്ടിയ സംഭവങ്ങളാണ്. റിപ്പീറ്റബിൾ. അതല്ല ആ അച്ഛനല്ല നമ്മളെ ജോജി. അച്ഛാ അച്ഛാ എനിക്കൊന്ന് വരണോ അച്ഛൻ ഇച്ചിരി എന്തേലും മാറ്റി നമുക്കൊന്ന് വരണാടാ ഷൈജു. നമ്മുടെ അച്ഛൻ എന്തേലും ഇച്ചിരി ആപ്പിളോ എന്തേലും വാങ്ങിച്ചു. അച്ഛന് ശരിക്കും അത് ആ അസുഖത്തിന്റെ അച്ഛൻ ക്ഷീണിച്ചങ്ങ്. അച്ഛന്റെ സൗണ്ടൊക്കെ പോകുന്നുണ്ട്. ഇങ്ങനെയാണ് ഒരു കുർബാനയ്ക്ക് ഒരു ഡിസിപ്ലിൻ ഇല്ലാതെ കഷ്ടം. അതാ വയ്യാഴികയുടെ. ആരാണ്ട് ഇത് കൊടുത്ത ഒരു കൊച്ചിന്റെ കയ്യേലായി മറ്റേ കുർബാന കൊടുത്തത്. അതള്ളേ അതും എടുത്തോണ്ട് പോകുന്നുണ്ട്. ആ കൊച്ചെങ്ങാണ്ട് തുപ്പുക ഏതാണ്ട് ചെയ്ത. എടാ എത്ര കിലോമീറ്റർ ഉണ്ട് അവിടെ? 78. ഇച്ചിരി കൂടെ പോയ പാണ്ടിച്ചേരി പോയിട്ടാ ഞാൻ പറഞ്ഞത്. ഇവിടെ പോകാൻ കഴിയും. സൂപ്പർ റോഡ് ചെങ്കൽപ്പെട്ട് പോയാ